ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ചെറുതിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ രാവിലെ നമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടാ ഉള്ളത് ഇവനെ മദ്രസയിലൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിക്ക്. ഇവിടെ പിന്നെ ആരും ഇല്ല, എല്ലാരും ഉമ്മാരെ അനിയത്തിന്റെ വീട്ടിലായത് കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ വീടൊക്കെ പൂട്ടിയിട്ട് നേരെ മുടി മുറിക്കാൻ വേണ്ടിക്ക് പോയി. അന്ന് ഇവന്റെ മുടി ഇപ്പൊ നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ബർത്ത്ഡേ ആവുമ്പോ മുടി ഒന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോ നേരെ മുടി മുറിക്കാൻ വേണ്ടിക്കാണ് പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടതുണ്ട്. കാരണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. കോട്ടെങ്ങാനും മറന്നു വെച്ച് പോയാൽ ആകെ പണി കിട്ടും. നമുക്ക് പിന്നെ യാത്ര ചെയ്യാൻ വേണ്ടിക്ക് പറ്റത്തില്ല. കാരണം വണ്ടിയൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മള് വെയിറ്റ് ചെയ്യേണ്ടി വരും മഴ ഒന്ന് കുറയുന്നത് വരേക്കും. അപ്പൊ അതുകൊണ്ട് ഓർമ്മയോടെ തന്നെ കോട്ടയ്ക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക ചെയ്തത്. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് പയങ്ങാടിയിലേക്കാണ്. അവിടെ പിന്നെ ഇവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. രാവിലെ തന്നെ ആയത് കൊണ്ട് ഇപ്പൊ ഷോപ്പ് ഓപ്പൺ ആവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും മുടിയൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ ആവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പയങ്ങാടി പോയിട്ട് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സംഭവം നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിടെ പയങ്ങാടിലെത്തിയപ്പോഴേക്കും ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ മൊട്ടാമ്പറാണ് പോയിട്ടുണ്ടായിരുന്നത്. ജബ്ബാർക്ക് അധികം ഇവിടെ നിന്നാണ് കട്ട് ചെയ്യാറുള്ളത്. ഈ ജസുവിൻ്റെത് ഇവിടുന്നാ കട്ട് ചെയ്യാറുള്ളത്. ജബ്ബാർക്ക് കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നേരത്തെ ഓപ്പൺ ആയെന്ന് തോന്നുന്നു. കുറെ ആളുണ്ടായിരുന്നു കട്ട് ചെയ്യാന്. അതൊക്കെ കഴിഞ്ഞ് ജസുവിന്റെ കട്ട് ചെയ്യാൻ വേണ്ടിക്ക് കേറിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് ജസുവിന്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. പിന്നെ അധികം മുടി കട്ട് ചെയ്യാൻ വേണ്ടിക്ക് നിന്നിട്ടുണ്ടായിട്ടില്ല. ബാക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യരുതെന്ന് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നതല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വേഗം കുറച്ചൊന്ന് മഴ താന്നപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരെ നമ്മള് MRIയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വേറെ റെസ്റ്റോറന്റ് ഒന്നും തുറന്നിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ MRIയില് നമ്മൾ മസാല ദോശക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവൻ എനിക്ക് ഡ്രീം കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അധികം ജബ്ബാർക്കുള്ള സമയത്ത് ഈ ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു പരിചയത്തിൽ ആ ഒരു ഓർമ്മയിലാണ് അവന് എനിക്ക് അത് വാങ്ങിത്തരണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാശിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു സീൻ ആക്കണ്ട പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ആ ഒരു ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരു 70 രൂപയാണ് വരുന്നത് ഈ ഒരു ചെറിയൊരു കേക്കിന് വരുന്നത്. അങ്ങനെ പിന്നെ അതും വാങ്ങി നമ്മൾ അവിടെ പോകുമ്പോഴേക്കും നമ്മളെ ഫുഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കളക്ട് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് വിടുകയാണ്. ജസുവിനെ പിന്നെ മുമ്പിൽ നിർത്തിക്കാറാണ് പതിവ്. ബാക്കിൽ ഇരുത്താറില്ല. ഞാൻ ഇതുവരെ ഇരുത്തിയിട്ടില്ല. എനിക്ക് ഒരു ചെറിയൊരു പേടിയാണ് ഇവനെ ബാക്കിൽ ഇരുത്താൻ വേണ്ടിക്ക്. അതുകൊണ്ട് മുമ്പിൽ തന്നെയാണ് നിർത്താറുള്ളത്. അതുകൊണ്ട് ഞാൻ ഫുഡ് അവിടെ വെക്കാൻ വേണ്ടിക്ക് നിന്നിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വണ്ടിയുടെ ഉള്ളിലേക്ക് ഡിക്കിന്റെ ഉള്ളിൽ തന്നെ വെച്ചേന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളിപ്പോ വീട്ടിലേക്ക് എത്തി. ഫർദയൊക്കെ ഊരി ഇവനിക്ക് ഡ്രസ്സ് ഏത് ഇടണം എന്നുള്ളത് ഇവനെ അതേ ചോദിക്കുന്നുണ്ട്. ബർത്ത്ഡേക്ക് എന്ത് ഡ്രസ്സാണ് ഞാൻ ഇടേണ്ടത് ഉമ്മ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവനിക്ക് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവനക്ക് ഞാൻ അത് എടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് ഇതിൽ ഏത് ഡ്രസ്സാ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നീ നോക്കിയിട്ട് ഇട്ടോന്ന് പറഞ്ഞിട്ട് അവനക്ക് എടുത്ത് കൊടുക്കുക ചെയ്തത്. അങ്ങനെ പിന്നെ ഇവൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ഡ്രസ്സ് മതി, ഈ ഒരു വൈറ്റ് മതി, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാന്റ് ജസ്റ്റ് വേറെ പാന്റ് ഉണ്ട് പുതിയത്. ഇത് ജസ്റ്റ് ഓന് ഇപ്പൊ പോകുമ്പോ ഇട്ട ഒരു പാന്റാണ്. അതിന്റെ മുകളിൽ തന്നെ ഇട്ടതായിരുന്നു. ഇവൻ ഈ ഒരു ട്രൗസർ അത് സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു അത് ഒട്ടും മാച്ച് ഇല്ല, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഇടാണ്ടൊക്കെയാ ചെയ്തത്. അങ്ങനെ പിന്നെ ഓന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കിയായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോ ഒരു 3:30 4 മണി ആയപ്പോഴാണ് 3 മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എല്ലാരും ഒന്ന് ഇറങ്ങി വരുമ്പോഴേക്കും 3:30 മണിയെല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ 3:30 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അനിയനെയും കൂട്ടിയിട്ട് ഞാൻ ബൈക്കിലും ജസു എല്ലാരും ഓട്ടോക്കാണ് പോകുന്നത്. നേരെ നമ്മൾ കായൽത്തീരത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം മഴ ആയതുകൊണ്ട് ഇത് എപ്പോഴാണ് മഴ വരുന്നത് പോകുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല.
കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മഴയെങ്ങാനും പെയ്ത ആകെ പണി കിട്ടും. നമ്മൾ ബീച്ചിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ സ്ഥലം നമ്മൾ കണ്ടെത്തി. ലാസ്റ്റ് ആയിരുന്നു കായൽ തീരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മള് എനിക്ക് ബലൂൺസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ നേരത്തെ പഴയങ്ങാടിക്ക് വന്ന സമയത്ത് തന്നെ ഇവിടെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മ നേരെ ഇവരോട് പറഞ്ഞു, ഇവർ ഓട്ടോയിലാണല്ലോ വരുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് ബലൂണിന്റെ ആ ഒരു ഷോപ്പിൽ നിർത്തണം, അവിടെ ചെന്നിട്ട് അവിടുന്ന് ബലൂണും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈഡ്രജൻ നിറച്ചിട്ടുള്ള ബലൂൺ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഒരു 7 നമ്പറും അതുപോലെ തന്നെ 2-3 ബലൂൺസും. അങ്ങനെ നമ്മൾ അതും വാങ്ങി ഓട്ടോയിലൊക്കെ കയറ്റി ഇവരങ്ങ് വിട്ടു. അങ്ങനെ പിന്നെ ബാക്കിൽ തന്നെ നമ്മളും വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കും വാങ്ങി നമ്മൾ നേരെ ഇനി കായൽ തീരത്തോട്ടേക്കാണ് പോകുന്നത്. അവിടെ ആവുമ്പോൾ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. ഒന്നാമത് ഈവനിങ് ആണല്ലോ, അപ്പൊ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. അവിടുന്ന് കേക്കും കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ നേരെ കായൽ തീരത്തോട്ടേക്ക് പോയാണ്. അവിടെ നമ്മൾ എത്തുന്നതിന് മുമ്പേ എല്ലാവരും എത്തിയിട്ട് സീറ്റൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ട് എല്ലാവരും ഇരിക്കുകയായിരുന്നു അവിടെ. പിന്നെ പിള്ളേർക്കൊക്കെ നല്ല ഇതായിരുന്നു, കാരണം അവിടെ കളിക്കേണ്ട ഏരിയ ഉണ്ടായത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ എടുക്കുകയായിരുന്നു ചേച്ചി. ഇതാ ഈ കുഞ്ഞി പെണ്ണിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ട്. അവൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതാണ് ഓണത്തിന്റെ ഇതിന്. അപ്പൊ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ആകുമ്പോൾ നല്ല ലൊക്കേഷൻ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് പോയാണ് ചെയ്തത്. അപ്പോഴാണ് ഇവർ പറയുന്നത് അവിടെ നല്ല പൂക്കൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയാ ചെയ്തത്. ഒന്ന് പൂക്കളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെയാണെങ്കിൽ ഓണത്തിന്റെ ഇതിലായിട്ട് ഓണസദ്യ കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഇവിടുത്തെ സ്റ്റാഫിലൊക്കെ. ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, സദ്യ കഴിക്കാന്. അങ്ങനെ നമ്മൾ ഈ ഓണപ്പൂക്കളത്തിന്റെ അവിടെ നിന്നിട്ട് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ജസുവിൻ്റെതും എടുത്തു, അതുപോലെ തന്നെ നമ്മള് ജന്നയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മ നേരെ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ ഇതെല്ലാം ഒന്ന് ഫോട്ടോയിൽ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു പണി കിട്ടിയെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഇവനിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ ഒന്നാമത് നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കാര്യങ്ങൾ ഹാപ്പി ബർത്ത്ഡേ കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ ഒരു കണ്ണടയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു പോപ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഓട്ടോയില് വെച്ച് മറന്നുപോയി. അങ്ങനെ ലാസ്റ്റ് പണിയായിപ്പോയി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു അതില്ലാണ്ട് എവിടെ ശരിയാവാ, കണ്ണടയെങ്കിലും വാങ്ങിയതാന്ന്. അങ്ങനെ പിന്നെ രണ്ടാമത് ഓട്ടോക്കാരെ വിളിച്ച് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ ഒരു പോപ്പ് നമ്മളെ ചതിക്കാറാണ് പതിവ്. ഇതുവരെ പൊട്ടിയ ചരിത്രവും ഇല്ല നമ്മൾ ഇതുവരെ വാങ്ങിയിട്ട്. അപ്പൊ ഇത് ആദ്യം രണ്ടും കൂടെ രണ്ടും പൊട്ടിക്കാൻ നോക്കിയപ്പോ രണ്ടും പൊട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു അത് ഫെയിൽ ആയെന്ന് വിചാരിച്ചിട്ട് അനങ്ങാണ്ട് നിന്നാന്ന്. അപ്പൊ ഇവരെല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് പൊത്തി പഠിക്കണം. അപ്പൊ ഇത് പൊട്ടാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ കേക്ക് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയിരുന്നു പെട്ടെന്നായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് കേക്കിൻ്റെ അകത്ത് ഫുള്ളും ഈ ഒരു വർണ്ണത്തിന്റെ ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എന്ത് ചെയ്തു, ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും വീട്ടിലോട്ടേക്ക് തന്നെ തിരിച്ചു പോയാണ്. ഏകദേശം ഇപ്പൊ സമയം ലേറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ അനിയത്തി പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെ ഓട്ടോയിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് ഞാനും അനിയനും ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് ഞാൻ ഈ ഒരു നമ്മൾ കഴിച്ച ഫുഡ് തന്നെ വേറെ തന്നെ ഒരു പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും വാങ്ങി നേരെ പഴയങ്ങാടിക്ക് പോയി അവക്ക് കൊടുത്തതിന് ശേഷമാണ് തിരിച്ച് നമ്മൾ വീട്ടിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളുടെ ബർത്ത്ഡേ ഒക്കെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞത്. പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് ബർത്ത്ഡേ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.